കർഷകരെ ഞാൻ ഇവിടെ ചെയ്യുന്ന ഇന്നത്തെ മരുന്നെന്ന് പറയുന്ന ഒരു കൃതമാണ്. ഇത് അർസസിൻ്റെ രോഗമാണ്. അർസസിന് വേണ്ടിയുള്ള ഒരു കൃതമാണ് ചെയ്യുന്നത്. കൃതമെന്ന് പറഞ്ഞാൽ നെയ്യാണ് ചെയ്യുന്നത്. ഇതായത് മാതളം വേരാണ്. നമ്മൾ പഴം വാങ്ങി കഴിക്കുന്ന മാതളത്തിൻ്റെ വേരാണ് ഒരു മരുന്ന്. ബാക്കിയുള്ള മരുന്നുകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഇതാ ചുക്ക്, തൃപ്പലി, മല്ലി, ഇതൊക്കെയാണ് മരുന്ന്. ഈ അർസസ് എന്ന് പറയുന്ന രോഗത്തിന് ഒരു കൃതം ചെയ്യണം. ആ കൃതത്തിൽ ചേരണ മരുന്നുകളാണ് ഇതാ കാണിക്കുന്നത്. ഈ മരുന്നുകളെല്ലാം ചേർത്ത് ഇതാ ഉരളിലിട്ട് ഇടിക്കുകയാണ്. പേര് മറ്റ് മരുന്നുകളും മല്ലി ഉൾപ്പെടെ നമ്മൾ ദിവസവും കറി വെച്ച് കഴിക്കുന്നതാണ് മല്ലി. ആ മല്ലി ഉൾപ്പെടെ ഇടിച്ച് മാവായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വാരി അരിച്ചെടുക്കുകയാണ് കൃതത്തിൽ ചേർക്കാനായിട്ട്. സാധാരണ ഇത് മെഷീനിലാണ് പൊടിക്കുന്നത്. മെഷീനിൽ പൊടിച്ചതുപോലെ മരുന്നായതുകൊണ്ട് കിട്ടൂല, എല്ലാം പൊടിഞ്ഞ് കാറ്റിലൊക്കെ പോവും. അതുകൊണ്ടാണ് കൈ കൊണ്ട് ഇടിച്ച് പൊടിക്കുന്നത് ഉരളിലിട്ട്. ശരിക്കും മരുന്നുകൾ പണ്ട് കാലം മുതൽ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അമറ തന്നെ നമ്മളും ചെയ്യാണ് അതേ രീതിയിൽ. ഇത് മരുന്നിൻ്റെ കറുമ്പലാണ്. ഈ കറുമ്പലിന് ഇതാ തട്ടി കഷായം ഇടുകയാണ് കലത്തിൽ വെച്ച്. ഇത് കഷായം ഇട്ട് നാലിലൊന്നാക്കി ഇതിനെ വറ്റിച്ചതിന് ശേഷം ഇതും ആ കൃതത്തിൽ കൂടി ചേർന്നതാണ്. പറ്റി തിളച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരുവത്തിന് വന്ന് ഇനി ഇതിനെ ഊറ്റണം. കണ്ടല്ല കഷായം. ഇത് കറുമ്പലിട്ട് എടുത്ത കഷായമാണ്. ഇത് നെയ്യിൽ കൂടി ചേർക്കാനാണ്. ഇടിച്ച് ചൂർണമാക്കി അതിൻ്റെ കറുമ്പലാണ് കഷായം ഇട്ടെടുക്കണ. ആ കഷായമാണ് ഈ കാണിക്കുന്നത്. അരിച്ച് ഊറ്റി എടുക്കുകയാണ്. ഉരുളിയിൽ വീത്തയാണ്. ഇത് കൃതത്തിനാണ്. അർസസ് ആണ് രോഗം. നേരത്തെ ഇടിച്ച മരുന്ന് അങ്ങാടി മരുന്നിന് ചെയ്ത കഷായത്തിൽ കൂടി വീണ്ടും ചേർക്കുകയാണ്. രോഗം അർസസ് ആണ്. എത്ര മാറാത്ത അർസസും ഇതിൽ മാറിപ്പോവും. കൃതത്തിന് ഇതാ 5 ലിറ്റർ പാല് ഒഴിക്കുകയാണ്. 5 ലിറ്റർ പാലും വറ്റി പിന്നെ നെയ്യ് ഒഴിക്കും 2 കിലോ.
പാല് വറ്റുന്നതനുസരിച്ച് വീണ്ടും കുറച്ച് ചേർത്തുകൊണ്ടേയിരിക്കും. തീയൊക്കെ വെച്ച് എരിച്ചും കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ് അർസസ്. അർസസ് വരുന്നത് ഏത് മാസം മുതൽ എന്ന് പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ 6 മാസവും അർസസിൻ്റെ കാലമാണ്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം വരും. ജൂൺ കഴിഞ്ഞാൽ ജൂലൈ മുതൽ മഴക്കാലം വരും. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ അർസസ് രോഗം മിണ്ടാതെ ഒതുങ്ങി കൊടുക്കും. തണുത്ത കാലാവസ്ഥയിൽ ഇവൻ തലപൊക്കില്ല. തലപൊക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇതിലാണ് തലപൊക്കി മനുഷ്യനെ കൊല്ലുന്നത്. അത് കഴിഞ്ഞ് ഇവൻ മിണ്ടാതെ ഒരറ്റത്ത് പമ്മിയിരിക്കും. അടുത്ത ജനുവരി വരുമ്പോഴത്തേക്ക് ഈ രോഗം കൂടാൻ തുടങ്ങും. ഇത് ഉദ്ദേശിക്കുന്നത് ആമാശയം ശരീരം മൊത്തം തണുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മരുന്ന്. അതാണ് ഈ മരുന്ന്. പാല് കുറച്ച് വറ്റി പാലും കഷായവും. അടുത്തത് കൃതത്തിൻ്റെ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിക്കുകയാണ്. ഇത് വറ്റിയാൽ പിന്നെ അടുത്ത കൃതമാണ്. ഇത് 1 കിലോ ഒഴിച്ച് അടുത്ത 1 കിലോയും കൂടി ഒഴിക്കാനുണ്ട്. അത് അല്പം കഴിയുമ്പോൾ ഒഴിക്കുന്നതാണ്. ഇതാ നെയ്ക്കൃതം ഒഴിക്കുകയാണ്. ഒഴിച്ചതാ പൂർത്തിയായി. ഇനി ഈ പാല് വറ്റണം. പാലും കഷായമൊക്കെ വറ്റി കൃതമാവണം. അത് ഇന്നിനി നടക്കില്ല, നാളെ തന്നെ. നാളെ വൈകുന്നേരത്തിനകത്ത് വെച്ച് ഇതിൻ്റെ ജോലി ഫുള്ളാവും. പിന്നെ രോഗിക്ക് കൊടുക്കുകയാണ് അടുത്ത്. ഉടൻ തന്നെ 3 നേരം കുടിക്കുമ്പോൾ തന്നെ സുഖം അവർക്കറിയാൻ സാധിക്കും, പറയുകയും ചെയ്യും. അത്ര അച്ചട്ട് മരുന്നാണ്. ഇതാ അർസസിനുള്ള നെയ്ക്കൃതം റെഡിയായിരിക്കുന്നത്. ഇതാ ഇപ്പോൾ ഇറക്കണ ജോലിയേ ഉള്ളൂ. മുട്ടിയിറക്കി പാത്രത്തിൽ കോരുന്നതാണ്. ഒഴിവായി കഴിഞ്ഞ് തീയും കുടിയണം. ആ രോഗം ഉടൻ തന്നെ 3 ദിവസം മരുന്ന് കഴിച്ച ഉടൻ തന്നെ രോഗം എത്ര മൂർച്ഛിച്ച് നിൽക്കുന്ന രോഗങ്ങളും കുറയുന്നതായി കാണാം. കോരി മാറ്റുകയാണ്. കൃതം തണുത്ത് കഴിഞ്ഞാൽ രോഗിക്ക് കഴിക്കാം. ചേരുവകളെല്ലാം ഇന്നലെ കാണിച്ചിട്ടുണ്ട്. ഇത് 2 കിലോ കൃതം ഉണ്ടാക്കിയതാണ്. ഒരു 1.25 കിലോ കൃതമേ കിട്ടും.